നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ആരെയോ പഞ്ഞിക്കിടുന്ന കാര്യം പറയുന്നത് കേട്ടല്ലോ. അയ്യോ, അത് ആളിന്റെ കാര്യമല്ല, ഒരു കിടക്ക വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. വീട്ടിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള പഞ്ഞിയുള്ളത് നോക്കി വാങ്ങണമെന്ന് പറയായിരുന്നു. അപ്പോ ബാലേട്ടാന്ന് വിളിച്ചതോ? എന്റെ കസിൻ ഇല്ലേ ബാലകൃഷ്ണൻ, അവനെയാ ബെഡ് വാങ്ങാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ തള്ളയ്ക്ക് അവിടെ ഞാൻ ഇരുന്നാ പോരെ. രക്ഷപ്പെട്ടു. എന്താ ആൻറ്റി? ഏയ് ഒന്നുമില്ല. ഈ തള്ള കാരണം റിയാക്ഷൻ ഇട്ട് ഞാൻ ചാകുമല്ലോ. ഇനി കൂടുതൽ സൂക്ഷിക്കണം. രോഹിത്തിനെ പറ്റി ഇവിടെ ആർക്കെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയാ തീർന്നു. കണ്ടാ നന്നായിട്ടൊന്ന് പഞ്ഞിക്കിട്ടേക്കണം. അതിനുള്ള സമ്മാനം ബാലേട്ടന് തരുന്നുണ്ട് ഞാൻ. എന്താ ഭാമയൊരു ആലോചന? നമുക്ക് സുസ്മിത എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. എപ്പോഴും നിനക്ക് അവളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ? അതല്ല രാഘവേട്ട, എനിക്കിപ്പോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ചുറ്റും എന്തൊക്കെയോ നിഗൂഢതകളൊക്കെ ഉള്ളതുപോലെ. അതൊക്കെ നിനക്ക് ഇപ്പോഴേ തോന്നിയുള്ളൂ. നീ ഒഴികെ ഇവിടെയുള്ള മറ്റെല്ലാവർക്കും അത് ഉറപ്പാ. എന്താ പിള്ളേ, കരട്ടെന്നൊക്കെ ഉണ്ടല്ലോ. വിഷു അല്ലേ നാളെ, കണിവെള്ളരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ പിള്ളേ അത് പൂജാമുറിയെ കൊണ്ടുപോയിക്ക്. ശരി സാർ. ഭാമേ, പ്രീതിയെ ഓർമ്മ വന്നു അല്ലേ? എല്ലാ വിഷുവിനും അവൾക്ക് കൈനീട്ടം കൊടുക്കാറുള്ളതാ. അതിനെന്താ, ഈ വർഷം വസുമതയുടെ കയ്യിൽ നമ്മൾ ആദ്യത്തെ കൈനീട്ടം മേടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവുകയോ അവൾക്ക് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യാലോ. അവള് സന്തോഷമായിട്ടിരിക്കുന്നല്ലേ ഭാമേ നമുക്ക് പ്രധാനം. ഒരുപക്ഷെ പ്രീതി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വിഷു ഇതായിരിക്കും. അതെ, പ്രീതി ഇപ്പോ സത്യഭാമയുടെ അല്ല, വസുമതിയുടെ മകളാ. അതുപോലെ തന്നെ ശാലിനി സത്യഭാമയുടെ മകളും. പ്രീതിയുടെ കുറവ് നീ നികത്തേണ്ടത് ശാലിനിയിലൂടെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.